നാം 2025 ആദ്യത്തെ സഭായോഗത്തിൽ നാം നിൽക്കുമ്പോൾ നമ്മുടെ ഓട്ടം, അല്ലെങ്കിൽ നമ്മൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ ഓട്ടം യാറെ കേന്ദ്രീകരിച്ചാണ് ഓടണം. ദൈവത്തെ കേന്ദ്രീകരിച്ച് മാത്രമേ നമ്മൾ ഓടിയാൽ നാം എത്തവേണ്ടിയ ആ സ്ഥലത്തിൽ എത്തുവാൻ കഴിയും. അതുകൊണ്ട് ഞാൻ കൂടുതൽ തലപ്പ് ഒരു വിശ്വാസി ക്രിസ്തുവിൽ എങ്ങനെ വളരണം, എങ്ങനെ വളരാൻ കഴിയും. ഒരു വിശ്വാസി ക്രിസ്തുവിൽ എങ്ങനെ വളരാൻ കഴിയും. നാം ക്രിസ്തുവിൽ വളർന്നുമെങ്കിൽ നമുക്ക് വചനം പറഞ്ഞ നമുക്ക് എന്ത് ആവശ്യം? വീണ്ടും ജനനം ആവശ്യമാണ്. വീണ്ടും ജനനം പ്രാപിക്കാതെ ഒരു വിശ്വാസിക്കും ക്രിസ്തുവിൽ വളരുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ യേശു കർത്താവ് നിക്കോദേമോസ് എന്ന് പറയപ്പെട്ട ഒരു പള്ളി അല്ലെങ്കിൽ യൂത പ്രമാണിയെടുത്ത് കർത്താവ് പറഞ്ഞ ഒരു വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. കർത്താവ് അവിടെ പള്ളി പ്രമാണി അല്ലെങ്കിൽ യൂത പ്രമാണിയോട്, നിക്കോദേമോസ് എന്ന് പറയപ്പെട്ട വ്യക്തിയോട് കർത്താവ് പറഞ്ഞ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. അപ്പോൾ ഒരു വിശ്വാസി ആദ്യം വീണ്ടും ജനനം പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? വചനം പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവെ ഹൃദയം കൊണ്ട് വിശ്വസിക്കും, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നാം രക്ഷിക്കപ്പെടും. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് നമ്മൾ ചെയ്തത്. രണ്ടാമത് കർത്താവിന്റെ വചനപ്രകാരം നാം എന്ത് ചെയ്ത്? നാം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ ഇടയായി. പരസ്യമായി ഞാൻ ക്രിസ്തുവിന്റെ ഞാൻ അനുയായി അല്ലെങ്കിൽ എന്റെ ഗുരു കർത്താവ് എന്ന് നാം പരസ്യമായി നാം വെള്ളത്തിലൂടെ കർത്താവിനെ ഏറ്റു പറഞ്ഞു. നമുക്കറിയാം, നാം ഇന്ന് പള്ളി വരുമ്പോൾ നമ്മളുടെ ഐഡന്റിറ്റി ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ, ക്രിസ്തുവിൽ നാം വളരണമെങ്കിൽ ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് നാം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിരിക്കണം. അതാ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച വ്യക്തികൾ മാത്രമേ ക്രിസ്തുവിനോട് നമുക്ക് ചേർന്ന് നടക്കാൻ കഴിയും, ദൈവത്തിന്റെ നന്മകൾ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല, നാം ഈ 2025 നാം തുടങ്ങിയ ആദ്യത്തെ സഭായോഗത്തിൽ ഈ വർഷം മുഴുവനും നാം ദൈവത്തോടു കൂടെ നാം സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് എന്താവശ്യം? വീണ്ടും ജനനം. വീണ്ടും ജനനം പ്രാപിച്ചില്ലെങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇതുവരെയും ഞാൻ കർത്താവ് യേശു ക്രിസ്തുവെ എന്റെ സ്വന്തം രക്ഷകരായി ഞാൻ ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഏറ്റെടുക്കണം. അങ്ങനെ ഏറ്റെടുത്താൽ നമുക്ക് എന്ത് അവകാശം? സ്വർഗരാജ്യം അവകാശമായി വരും. ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. നമുക്ക് രണ്ടാം സ്റ്റെപ്പ്, നാം കർത്താവിനെ സ്വീകരിച്ച ശേഷം നാം എന്തായി മാറുന്നത്? ദൈവത്തിന്റെ മക്കളായി മാറുവാൻ നമുക്ക് ദൈവം അധികാരം കൊടുത്തു. യോഹന്നാൻ 1-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. ഇതാണ് ഏവർക്കും അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഓക്കെ, നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അത് ആർക്കും സംശയമുണ്ടോ? കർത്താവിന്റെ വചനം പറയുന്നത് നമുക്ക് ഒരു സംശയം വേണ്ട. നിങ്ങളാണോ ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. പക്ഷെ പഴയ നിയമത്തിൽ നാം കാണുമ്പോൾ ദൈവത്തിന്റെ ജനം എന്ന് ഇസ്രായേൽ ജനത്തെ കർത്താവ് പറഞ്ഞു. പക്ഷെ നിങ്ങളാണ് ജനമല്ല, ദൈവത്തിന്റെ മകനാണ്, മകളാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പോൾ ശരിക്കും എന്റെ അപ്പൻ ആരാണ്? ധൈര്യമായിട്ട് പറയാം, എന്റെ അപ്പൻ സ്വർഗീയ പിതാവാണ്. നമുക്ക് ഈ ഭൂമിയിൽ തകപ്പൻ ഉണ്ടെങ്കിലോ എന്റെ ആത്മീയ തകപ്പൻ എന്റെ കർത്താവാണ്, എന്റെ യേശുവാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, കർത്താവ് നമുക്ക് ഭൂമിയിൽ അമ്മമാർ നൽകിയെങ്കിലോ നമ്മുടെ സ്വർഗീയ അപ്പൻ പോലെ ആർക്കും അറിയത്തില്ല.
നമ്മൾ പാപിയിൽ ഇരിക്കൽ തന്നെ ആ കർത്താവ് എന്നെ സ്നേഹിച്ചെങ്കിൽ ഇപ്പോൾ എന്നെ പാപത്തിൽ വിടുവിച്ച ദൈവം, എന്നെ സ്നേഹിച്ച ദൈവം, എന്നെ മകനായി ഏറ്റെടുത്ത ദൈവം എന്നെ കൈവിടുമോ? ഒരിക്കലുമല്ല. എന്റെ അപ്പനാണെങ്കിൽ എന്നെ കൈവിടുമോ? നമ്മുടെ മക്കൾ നമ്മൾ ചോദിക്കുന്നതിന് മുൻപേ അവർക്ക് എന്തൊക്കെ ചെയ്യണം, നമ്മൾ ഇതിലത്തെ ഒരു ആഗ്രഹമുണ്ട്, അവർക്ക് ഇതെല്ലാം ചെയ്യണമെന്ന്. പക്ഷെ നമ്മൾ സ്വർഗീയ അപ്പനക്ക് നമ്മളെ കുറിച്ചുള്ള പദ്ധതിയുണ്ട്, നാം ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെടണമെന്ന്. അതുകൊണ്ട് ഈ 2025 നിങ്ങൾ ജീവിതത്തിൽ എത്ര പ്രതികൂലം വന്നാലും, എത്ര കൊടുങ്കാറ്റ് വന്നാലും ഭയപ്പെടേണ്ട. എന്റെ അപ്പൻ എന്നെ നടത്തും, എന്നെ വിടുവിക്കും, എന്നെ ജയമായി നടത്തും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് പ്രതികൂലമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ മക്കളെങ്കിൽ ദൈവം ഒരിക്കലും കൈവിടത്തില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിക്കണം, ദൈവം എന്റെ കൂടെ ഉണ്ട്, എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ട്, എന്നെ അവൻ ജയമായി നടത്തുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രവൃത്തികൾ കാണുവാൻ കഴിയും. എന്നാൽ വചനം എന്ന വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ ആർക്കും കഴിയില്ല. അതുകൊണ്ട് വിശ്വാസത്താൽ മാത്രമേ നാം ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കഴിയും. ഓക്കെ, നമ്മൾ ആദ്യം കണ്ടത് വീണ്ടും ജനനം, പിന്നെ ദൈവമക്കളാകുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകി. ഇപ്പൊ രണ്ടാമത്തെ കാര്യം നാം കാണാൻ പോകുന്നത്, നമുക്ക് ഈ ക്രിസ്ത്യ ജീവിതത്തിൽ നാം മുൻപോട്ട് പോകണമെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യം പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവില്ലാതെ നമുക്ക് ഈ ക്രിസ്തീയ ഓട്ടത്തെ ജീവിതത്തിൽ നമുക്ക് ഓടി എത്തുവാൻ കഴിയത്തില്ല. ഈ പരിശുദ്ധാത്മ നമ്മൾ പ്രാപിക്കണമെങ്കിൽ ഇതിനൊരു 10 ദിവസം ഉപവാസ പ്രാർത്ഥനയോ അല്ലെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥനയോ അതിന്റെ ഒരു ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവം നിങ്ങളെ നിറയ്ക്കും. നിങ്ങൾക്കൊരു ദാഹം വേണം, എനിക്ക് പരിശുദ്ധാത്മ വേണമെന്ന് നിങ്ങൾക്ക് ഉള്ളിൽ ഒരു വാഞ്ച ഉണ്ടെങ്കിൽ, ദാഹമുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യും? ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയ്ക്കും. അതുകൊണ്ട് ഈ സഭയിൽ നിങ്ങൾ ഇതുവരെ പരിശുദ്ധാത്മ പ്രാപിച്ചില്ലെങ്കിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇത് ചെയ്യണം, ദാഹത്തോടെ ദൈവത്തോട് ചോദിച്ചാൽ അവൻ ചോദിക്കുന്ന ഏവർക്കും സമ്പൂർണമായി നൽകുന്ന ദൈവമാണ്. പക്ഷെ നിങ്ങൾ ചോദിക്കുമ്പോൾ വിശ്വാസത്തോടെ നിങ്ങൾ ചോദിക്കണം. നമുക്കറിയാം, വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 38-ാം വാക്യം. നമുക്കറിയാം, കർത്താവ് വീഴ്ചയുടെ ശേഷം 50-ാം ദിവസം പരിശുദ്ധാത്മ 120 ശിഷ്യന്മേൽ വന്നപ്പോൾ ശിഷ്യന്മാർ എന്ത് ചെയ്തു? അതിൽ ആദ്യത്തെ ശിഷ്യൻ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിച്ച ശേഷം അവന്റെ പ്രസംഗം കേട്ട് അനേകർ എന്ത് ചെയ്ത് അവരുടെ ഹൃദയങ്ങൾ കുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്ഥാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. എന്താണ് എടുത്തു പറയുന്നത്? പരിശുദ്ധാത്മാ എന്ന ദാനം ലഭിക്കും. നമ്മൾ വിശ്വസിച്ചാൽ, നമ്മൾ മാനസാന്തരപ്പെട്ട്, നമ്മൾ രക്ഷിക്കപ്പെട്ട് എല്ലാം ശരിയാണ്, നമ്മൾ ദൈവമക്കളായി മാറ്റി എല്ലാം ശരിയാണ്. അടുത്തത് നമുക്ക് എന്താണ് ആവശ്യം? പരിശുദ്ധാത്മാവിന് ദാനം സൗജന്യമായി നൽകുന്ന ദൈവമാണ്. ലൂക്കോസ് 4-ാം അധ്യായം എന്ന് തോന്നുന്നത്, അവർ കർത്താവ് പറഞ്ഞ്, നിങ്ങൾ പരിശുദ്ധ ആത്മാവെ നിങ്ങൾ ചോദിച്ചാൽ അവൻ കൊടുക്കുന്നത് അധിക നിശ്ചയം എന്ന് നമുക്ക് ലൂക്കോസിൽ 4-ാം അധ്യായത്തിൽ വായിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാ പ്രാപിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിക്കണം. പൗലോസ് ഗലാത്യ സഭയോട് ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാണോ? അപ്പോൾ നമുക്കറിയാം, ഈ ഗലാത്യ സഭയിൽ പൗലോസുടെ പ്രസംഗം കേട്ട് അവരെന്ത് ചെയ്ത് തങ്ങളുടെ ജീവിതം, ക്രിസ്തീയ ജീവിതം തുടങ്ങി അവരെന്ത് ചെയ്ത് പകുതി വെച്ച് അവർ പരിശുദ്ധാത്മാവിൽ വിട്ട് പഴയ നിയമത്തിലോട്ട് അവർ കടന്നു പോകുവാൻ ഇടയായി. അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് പൗലോസ് ചോദിച്ചത്, എനിക്ക് ഇത് മാത്രം സംശയമുണ്ട്, ഞാൻ ഗ്രഹിക്കണം, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാണോ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാണോ? അപ്പോൾ പൗലോസിന്റെ പ്രസംഗം, ആ വിശ്വാസ പ്രസംഗം മുഖാന്തരം അവർക്ക് എന്ത് ലഭിച്ച്? പരിശുദ്ധാത്മാവിന്റെ ദാനം പ്രാപിച്ച അവർ എന്ത് ചെയ്ത്? ആത്മാവിൽ തുടങ്ങിയവർ ജഡത്തിൽ അവസാനിക്കുവാൻ ഇടയായി. അതുകൊണ്ടാണ് പൗലോസ് അനേക വാക്യങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ഇത്രയും ബുദ്ധി കെട്ടവர்களാണോ? നിങ്ങൾ ആത്മാവിൽ തുടങ്ങി ഇപ്പോൾ ജഡത്തിൽ അവസാനിക്കുന്നുണ്ടല്ലോ എന്ന്
ചോദിക്കുവാൻ ഇടയായി. ഞാൻ ഇത്രയും പറഞ്ഞത് പരിശുദ്ധാത്മാവ് പ്രാപിച്ചെന്ന് പറഞ്ഞാലോ നമുക്കും ജഡത്തിൽ ആശ്രയിക്കുവാൻ കഴിയും. അങ്ങനെ ജഡത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ വിശ്വാസം, നമ്മുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ സകലതും നഷ്ടപ്പെടുവാൻ ഉള്ള കാരണമായി തീരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ നാം എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ കൃപയോട്, അവന്റെ ദയവോട് നമ്മൾ പ്രാർത്ഥനയിലും ദൈവത്തിന്റെ വചനത്തിലും നാം ഉറ്റിരുന്നാൽ മാത്രമേ നമുക്ക് ആ വചനത്തിന്റെ ആഴങ്ങൾ, സത്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ഇത്രയും പറഞ്ഞത് ദൈവത്തിന്റെ ആത്മാ പ്രാപിച്ചില്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പ്രാപിക്കണം. അങ്ങനെ ആത്മാ പ്രാപിച്ചെങ്കിലും ആ ആത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ പാർക്കുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥനയും ദൈവത്തിന്റെ വചനവും അത്യാവശ്യമാണ്. വചനവും പ്രാർത്ഥനയും ഇല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മളിൽ പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാ ചിലപ്പോൾ പോകുവാനുള്ള സാധ്യതകൾ, കടന്നു പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ വചനമോ പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാപത്തിൽ വീഴുവാനുള്ള സാധ്യതകൾ നമുക്ക് മുൻപിൽ പലതുമുണ്ട്. അങ്ങനെ പാപത്തിൽ വീഴുന്നാൽ നമ്മളിൽ വാസമായിരിക്കുന്ന പരിശുദ്ധാത്മ എന്ത് ചെയ്യും? കടന്നുപോയിവിടും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ആത്മാ എപ്പോഴും ഇവിടെ കൂടെ ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും, ஆனால் ആത്മാവ് കാണത്തില്ല. അപ്പോൾ എന്റെ ക്രിസ്ത്യ ജീവിതം എനിക്ക് മുൻപോട്ട് പോകണമെങ്കിൽ എനിക്ക് എന്താ ആവശ്യം? ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമാണ്. ആ ആത്മാ എന്നിൽ വസിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? പ്രാർത്ഥനയും ദൈവത്തിന്റെ വചനവും എന്റെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഞാൻ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പാപത്തിൽ ഒരുപാട് സാധ്യതകൾ എന്റെ മുൻപിൽ വരും. ഞാൻ ഈശോ പാപത്തിൽ വീഴുമ്പോൾ പരിശുദ്ധാത്മ എന്നിൽ നിന്ന് മാറ്റപ്പെടും. മൂന്നാമത്തെ കാര്യം നാം എന്ത് ചെയ്യണം? നമ്മൾ ഓർക്കണം, ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്. പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഐ എം എ ന്യൂ ക്രിയേഷൻ. കർത്താവ് പറഞ്ഞു 2 Corinthians 5:17 വാക്യം പറഞ്ഞത്, പഴയതെല്ലാം ഒഴിഞ്ഞു പോയിട്ട് എല്ലാം പുതിയതായിന് എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്ത്? പരിശുദ്ധാത്മ പ്രാപിച്ച വ്യക്തി ഞാൻ ഒരു പുതിയ സൃഷ്ടിയാണ്, ഒരു പുതിയ ക്രിയേഷൻ, ദൈവത്താൽ നിർമ്മിച്ച ഒരു പുതിയ സൃഷ്ടിയാണെന്ന് നാം ഓർക്കണം. 4 അതിന്റെ 22 വാക്യം വചനം എടുത്തു പറയുന്നുണ്ട്. മുൻപിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച്. അപ്പോൾ പരിശുദ്ധാത്മാ പ്രാപിച്ച വ്യക്തികളോ ഒരു പുതിയ മനുഷ്യനാണ് എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ നാം എന്ത് ചെയ്യേണ്ടത്? പഴയ മനുഷ്യനെ നാം ഉപേക്ഷിച്ച്, ഇവിടെ വചനം പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച്. ആ പുതുക്കം പ്രാപിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പഴയ മനുഷ്യനെ ഉപേക്ഷിക്കണം. നമ്മൾ ചെയ്യുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചില്ല, പുതിയ മനുഷ്യൻ നമ്മൾ ധരിക്കത്തുണ്ട്. നമ്മൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യന്റെ ആത്മാ സംബന്ധമായി പുതുക്കം പ്രാപിക്കണമെങ്കിൽ എന്താണ്? സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും. വിശുദ്ധി വളരെ മസ്റ്റാണ്. ദൈവ രൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുകയും. നേരത്തെ പറഞ്ഞ പോലെ കർത്താവിന്റെ മകളായി കർത്താവ് മാറ്റിയെങ്കിൽ ഞാൻ ഇപ്പോൾ ആരുടെ സൃഷ്ടിയാണ്? ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവത്തിന്റെ രൂപത്തിലാണ് കർത്താവ് എന്നെ സൃഷ്ടിച്ചത്. പുതു മനുഷ്യനായി ദൈവം എന്നെ മാറ്റി. ഈ ഭൂമിയിൽ എന്റെ അപ്പനും അമ്മയെ ജനിപ്പിച്ചെങ്കിലും പക്ഷേ ഞാൻ ക്രിസ്തുവിൽ ജനിച്ച ശേഷം ഇപ്പോൾ എന്റെ സൃഷ്ടി ആരാണ്? അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട് ഒരു പുതു മനുഷ്യനായി എന്റെ പിതാവിന്റെ തേജസ് എന്റെ മേൽ വന്നിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. ഞാൻ എന്റെ അപ്പൻ സ്വർഗീയ പിതാവാണ്. ഇത് നാം എപ്പോഴും ഓർക്കണം. വചനം പറഞ്ഞ് പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നാം പുതിയ മനുഷ്യനെ ധരിക്കണമെങ്കിൽ നാം എങ്ങനെയായിരിക്കണം? സത്യത്തിലും അതിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചു കൊള്ളുകയും. 25 വാക്യം പോഷ്ക് ഉപേക്ഷിച്ച്. നമുക്കറിയാം പോഷ്ക് എന്താണ്? ഇനി ഒരിക്കലും നമുക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. നമുക്കറിയാം പോഷ്ക് പറഞ്ഞാൽ പോഷ്കിന്റെ അപ്പൻ ആരാണ്? പിശാസാണ്, സാത്താനാണ്. നമ്മൾ നേരത്തെ പോഷ്ക് പറഞ്ഞ വ്യക്തികളായിരുന്നു, പിശാസിന്റെ മക്കളായിരുന്നു, ഇരുട്ടിന്റെ മക്കളായിരുന്നു. നാം ഇപ്പോൾ ആരുടെ മകളാണ്? ദൈവത്തിന്റെ മകളാണ്. എനിക്ക് അതുകൊണ്ട് എനിക്ക് കള്ളം പറയാൻ പറ്റത്തില്ല. നാം സത്യം മാത്രമേ പറയണം. വചനം പറയുന്നതാണ്, അറിയാൻ പോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തർ താൻ തന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പേൻ, നാം തമ്മിൽ അവയങ്ങളല്ലോ.
നമ്മൾ പരസ്പരം ആരാണ്? സഹോദരൻ സഹോദരിമാരാണ്. നമുക്ക് ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. 26 വാക്യം, കോപിച്ചാൽ പാവം ചെയ്യാതിരിപ്പേൻ, സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പോൾ നാം പുതിയ മനുഷ്യൻ തളിച്ചെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പാടില്ല? മോശം പാടില്ല. രണ്ടാമത് കോപം വെക്കരുത്. കോപം വന്നാൽ എന്ത് ചെയ്തു? പാവം ചെയ്യരുത്. അല്ലെങ്കിൽ കോപം വരും, പക്ഷെ ആ കോപം എന്ത് ചെയ്യും? പാവത്തോട്ട് നിങ്ങളെ നയിക്കരുത്, അതിന് നിങ്ങൾ ഇടം കൊടുക്കരുത്. അതുകൊണ്ടാണ് 26 വാക്യം പറയുന്നത് എന്താണ്? പിശാസിന് ഇടം കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കോപം വന്നാൽ എന്ത് ചെയ്യരുത്? പാവത്തോട്ട് നയിക്കരുത്, പിശാസ ഇടം കൊടുക്കരുത്. അപ്പോൾ നാം മൂന്നാമത്തെ കണ്ടത് എന്താണ്? നാം ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയ മനുഷ്യൻ നാം ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യൻ ധരിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സത്യത്തിലും നീതിയിലും വിശുദ്ധിയിലും നാം നടക്കണം. അതുകൊണ്ട് കള്ളം പറയരുത്, കള്ളം പറയാൻ പാടില്ല. കള്ളം പറഞ്ഞാൽ നമ്മുടെ അപ്പൻ നമ്മൾ മാറ്റി പിശാസിനെ നമ്മൾ ചെയ്യണം, നമ്മൾ അപ്പനായി നമ്മൾ സ്വീകരിക്കും. പിന്നെ അവൻ വന്നാൽ നമ്മൾ പറയട്ടെ, നമ്മുടെ ജീവിതം നശിപ്പിക്കും.